ഇന്ന് ഞാനൊരു പ്രത്യേക സ്ഥലം പരിചയപ്പെടുത്താം. ഒരു ഹോട്ടലാണ്. അവിടെ നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ അത്യാവശ്യം പണം കൊടുക്കണം. പക്ഷേ ഊണിനേക്കാൾ വിലയുള്ള വലിയൊരു വിഭവത്തിന് അവിടെ പൈസ വേണ്ടേ വേണ്ട. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നല്ലേ? അത്യാവശ്യം പൈസ കൊടുത്ത് നല്ല ചോറ് കഴിക്കാം. ഊണിനേക്കാൾ 10 ഇരട്ടി വിലയുള്ള വിഭവത്തിന് അവിടെ പൈസ വേണ്ടെന്ന് തമാശയായി തോന്നുന്നുണ്ടോ? ഞാൻ കാര്യം പറയുമ്പോൾ ചിരിച്ച് തള്ളരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. അത് പറയും മുമ്പ് ബൈബിളിൽ ഒരു വചനം ഞാൻ പറയാം. വരാൻ പോകുന്നൊരു ക്ഷാമത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അത് അരിയുടെയോ ഗോതമ്പിൻ്റെയോ ക്ഷാമമല്ല, വെള്ളത്തിൻ്റെ പോലും ക്ഷാമമല്ല. പക്ഷേ മനുഷ്യന് വചനത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഇത്രയും നിങ്ങൾ കേട്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. സ്വാദിഷ്ടമായ ഭക്ഷണത്തിനൊപ്പം വിഭവസമൃദ്ധമായ വചനവിരുന്നും ലഭിക്കുന്ന ഒരു ഹോട്ടലുണ്ട് മാനന്തവാടിയിൽ. ബാബുച്ചേട്ടനും ഭാര്യ ഉഷച്ചേച്ചിയും ചേർന്ന് നടത്തുന്ന ഈ ഹോട്ടൽ വരുന്നത് മാനന്തവാടി ടൗണിൽ തന്നെയാണ്. ഹോട്ടലിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അവിടെ പ്രധാന വിഭവം ആശ്വാസവചനങ്ങളാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന സത്യം വിളിച്ചോതുന്ന ഒരു ഹോട്ടൽ. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പോരുന്നേടത്തിൻ്റെ ഡ്രൈവറാണ് ബാബുച്ചേട്ടൻ. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തന്ന അനന്തമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ജോലിയിലും അവർ ഈശോയെ പ്രഘോഷിക്കുന്നു. വചനം അറിയുവാനും വചനത്തിലൂടെ അനേകർക്ക് ആശ്വാസമാകാനും വേദിയൊരുക്കുന്ന ഒരു ഹോട്ടൽ. സൺഡേ ശാലോമിൽ ഇതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ വന്നിരുന്നു. പേരില്ലാത്ത ഹോട്ടൽ എന്നവർ പറഞ്ഞെങ്കിലും എനിക്ക് തിരുവചന ഹോട്ടൽ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. മനുഷ്യന് 2 തരം വിശപ്പാണുള്ളത്, അല്ലേ? ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ വലുത് മനസ്സിൻ്റെ വിശപ്പാണ്. വയറ് ശൂന്യമായാൽ ഒരുപക്ഷെ നമുക്ക് സഹിക്കാനായേക്കും. എന്നാൽ മനസ്സ് ശൂന്യമായാൽ, അവിടെ പ്രത്യാശയുടെ അംശമില്ലാതായാൽ അത് മരണത്തെക്കാൾ തീവ്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വരുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയും. ഊണിനൊപ്പം നിത്യജീവന്റെ വിലമതിക്കാനാവാത്ത വചനവും ഉണ്ട്. അവർ സൗഖ്യപ്പെട്ട് മടങ്ങും. ദൈവത്തിന് സ്തുതി.